രാവിലെ എണീച്ച പാടെ തന്നെ വിൻഡോയൊക്കെ ഇതുപോലെ ഓപ്പൺ ആക്കിയിട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ചെറിയൊരു തണുപ്പുണ്ടല്ലോ, രാവിലെ എണീക്കുമ്പോൾ തന്നെയുള്ള ചെറിയ കൂളിങ്ങോട് കൂടിയുള്ള തണുപ്പ്, അത് അടിക്കുമ്പോൾ കിട്ടുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ. അതൊക്കെ തന്നെയാണ് എന്നെ അന്നത്തെ ദിവസം ഫുൾ പോസിറ്റീവായിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഈ മേലോട്ട് നോക്കിയ സൂര്യ ഉച്ചസ്ഥായിൽ ഇങ്ങനെ നിന്ന് മിന്നി കത്തുകയാണ് കേട്ടോ. പിന്നെ ദേ ഇന്നത്തെ വെള്ളത്തിന് ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല തണുത്ത വെള്ളമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം നമുക്ക് അവിടെ ഇറങ്ങാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്ന് ഇന്ന് കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാനുണ്ട്. പിന്നെ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചൊക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യം എഗ്ഗ് കറിയാണ് ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ അതിനുള്ള സവാളയൊക്കെ തലേന്നൊക്കെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എളുപ്പമുള്ള കറിയൊക്കെ വയ്ക്കാം. പിന്നെ സൈഡിൽ ഞാനൊന്ന് ബീട്രൂട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചോപ്പറിലാണ് കട്ട് ചെയ്തെടുക്കണത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ദേ പരിപ്പ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പരിപ്പറിയും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. എഗ്ഗൊക്കെ പുഴുങ്ങി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞാനതൊന്ന് വരയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, മസാലയൊക്കെ ഉള്ളിയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പുറത്തെ അടുപ്പിൽ എഗ്ഗ് മസാല തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ അടുപ്പിലുണ്ടല്ലോ, ഞാൻ ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പുഴുങ്ങിയ എഗ്ഗൊക്കെ മൊത്തം ആ കറിയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, ചാറ് എൻ്റെ കയ്യിലേക്ക് തെറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുക്ക് പരിപ്പ് കറിയും സെറ്റ്. പിന്നെ സൈഡിൽ നിന്ന് ചപ്പാത്തിയും കൂടി ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് ചായയും കൂടി വെച്ചിട്ട് ഞാൻ തേരാപ്പാര നടക്കാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയുള്ള എല്ലാവർക്കും ഓക്കെ ബൈ.